നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ബോഗൻവില്ലയിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് വേണ്ടത് ഒരു റൂട്ട് സ്റ്റോക്കാണ്. റൂട്ട് സ്റ്റോക്കായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാടൻ ബോഗൻവില്ലയാണ്. 3-4 മാസങ്ങൾക്ക് മുമ്പേ കമ്പ് കട്ട് ചെയ്തപ്പോൾ നമ്മൾ ഒരു ചട്ടിയിൽ പായി പിടിപ്പിച്ച ബോഗൻവില്ലയാണ്. നമുക്ക് ഒരു പെൻസിലിൻ്റെ കട്ടിയുള്ള ബോഗൻവില്ലയുടെ കമ്പ് മതിയാവും. അത് ആ സമയമാകുമ്പോൾ തന്നെ വേരൊക്കെ പിടിച്ച് കഴിയുമ്പോൾ അത് ടോപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹൈബ്രിഡ് ബോഗൻവില്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഹൈബ്രിഡ് ബോഗൻവില്ലയ്ക്ക് വേര് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണിപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. 500-600 രൂപയ്ക്ക് ഒരു സെറ്റിൽ നമ്മൾ പയറോ പാലോ ഫ്ലെയിം റെഡ്, ചില്ലി റെഡ്, ചില്ലി ഐസ് ക്രീം, ചില്ലി യെല്ലോ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നല്ല റേറ്റുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് അത്രയും റേറ്റ് കൊടുക്കുമ്പോൾ വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്കത് മുതലാവില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചെറിയൊരു കമ്പെടുത്താൽ 4-5 ഇഞ്ച് വലുപ്പമുള്ള കമ്പുകളെടുത്ത് ആ ഹൈബ്രിഡിൻ്റെ കമ്പെടുത്ത് നമുക്ക് നാടനിൽ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല. ഒരു 10-15 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സക്സസ് ആയിട്ട് വരുന്നതായിരിക്കും. ഈ മാവുകളിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടും. അതിനുശേഷം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ബോഗൻവില്ലയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മളൊരു ബാർ ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കട്ടിയുള്ള ഒരു കമ്പിൽ 4 സൈഡിൽ കട്ട് ചെയ്തിട്ട് സ്കിന്ന് കട്ട് ചെയ്ത് താഴെ ഇറക്കിയിട്ട് ബോഗൻവില്ലയിൽ നമ്മൾ ഹൈബ്രിഡ് ചെയ്തായിരുന്നു. അത് ഏകദേശം അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. അറിയുവാണെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ടോ, 2 ടൈപ്പ് കളറാണ്. ഫ്ലെയിം റെഡും ഫയർ ഓപ്പാലുമാണ് നമ്മളിപ്പോൾ 2 കമ്പിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ചെയ്തതാണ്. അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. റിസൾട്ട് സക്സസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ നൈഫ് ഉപയോഗിക്കുമ്പോൾ, കത്തി ഉപയോഗിക്കുമ്പോൾ അത് നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക. നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സാനിറ്റൈസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം സാനിറ്റൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ റിസൾട്ട് നമുക്ക് എപ്പോഴും കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് അതിനകത്ത് കറക്റ്റായിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ് വെള്ളം കയറാത്ത ഇത് നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അതിൻ്റെ റാപ്പ് വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ നാട വാങ്ങാൻ കിട്ടും. ഒരു കിലോയ്ക്ക് 500 രൂപയ്ക്കാണ് വിലയുള്ളത്. നമുക്ക് നിസ്സാര വിലയ്ക്ക് 40-50 രൂപയ്ക്കൊക്കെ മേടിച്ചാൽ മതിയാവും. കുറേ കിട്ടണം, കുറേ അധികം ചെയ്യാൻ കിട്ടും. അല്ലെങ്കിൽ ആമസോൺ വഴിയൊക്കെ ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്താം. അതിൻ്റെ റോളുകൾ കിട്ടും. അതൊക്കെ അതുപോലെ തന്നെ സിപ്പപ്പിൻ്റെ കവറുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതുപോലെ നനച്ച് ടോപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20-22 ദിവസം വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് അറിയാറുണ്ട്. അതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ കവറുകൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫ്റ്റിംഗ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് നമുക്ക് വലിയ റിസൾട്ടുകളൊക്കെ കിട്ടി തുടങ്ങിയത്. നേരത്തെ പറഞ്ഞ പോലെ മാവിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ റിസൾട്ട് പക്കയായിരിക്കും.